അഖില ഭാരത ഹിന്ദു മഹാസഭ എങ്ങനെയാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വന്ന് പിന്തുണയും പ്രഖ്യാപിച്ച് വിജയരാഘവന്റെ കൂടെ ഫോട്ടോയും എടുത്ത് പ്രസിദ്ധീകരിക്കുന്നത്? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂല്ലോ. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുക്കുമ്പോൾ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിലെ വെൽഫെയർ പാർട്ടിക്ക് ഒരു 2500 വോട്ടെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ സ്വന്തം മണ്ഡലമാണ്. അപ്പോൾ അവർക്ക് ഒരു 2500-3000 വോട്ടിൽ സ്വാധീനമുണ്ടെന്നെങ്കിൽ വെക്കാം. ഈ അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്ക് 5 വോട്ട് പിടിക്കാൻ കഴിയുമോ? പിന്നെ ഇവരെങ്ങനെയാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വന്ന് ഈ മറ്റേ ചുവന്ന ഓറഞ്ച് യൂണിഫോം ഇട്ട് തലക്കെട്ടും കെട്ടി പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ കൂടെ ഫോട്ടോയും എടുത്ത് ഞങ്ങളിതാ LDFനെ പിന്തുണയ്ക്കുകയാണെന്ന് പറഞ്ഞു പോകുന്നു? അപ്പോഴേ തള്ളണ്ടേ? അത് നിരാകരിക്കാൻ പോലുള്ള ആർജവം എന്തുകൊണ്ടാണ് LDFന് ഇല്ലാതായി പോകുന്നത്? അല്ല, അങ്ങനെ ഒരു സഭയുണ്ടോ? അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്നൊരു സഭയുണ്ടോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഇല്ലേ? ഇല്ല. അപ്പോ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിൽ പല ആരോപണം വരും. ഞങ്ങളത് കൃത്യമായിട്ട് തന്നെ നോക്കിയിരിക്കുകയാണ് എന്തൊക്കെ ആരോപണമാണ് ഓരോ ദിവസം വരിക എന്ന്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പലരും വരും, ഫോട്ടോ എടുക്കും. ഏതെങ്കിലും തരത്തിൽ ഒരു വർഗീയ കക്ഷികളുടെയും വോട്ട് വേണ്ട എന്ന് എനിക്ക് മനസ്സിലായില്ല പറയുന്നവരാണ് ഞങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വരുന്നവരുടെ കൂടെ ഒക്കെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഫോട്ടോ എടുക്കുവോ? എന്താ ഉറക്കം വരുന്നു? അതിനുശേഷം ഒരു വാർത്താ സമ്മേളനത്തിലല്ലേ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപാനന്ദും പിന്നെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രകാശനും കൂടിയാണ് വാർത്താ സമ്മേളനം നടത്തി പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ആരാ ഈ സ്വാമിയെ പറ്റിയെങ്കിലും അങ്ങ് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ കേട്ടിട്ടില്ല. എന്താ പേര് പറഞ്ഞേ? സ്വാമി ദത്താത്രേയ സായി സ്വരൂപാനന്ദ. അത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള പല നമ്പറുകളും വരും. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ ശ്രമിക്കുന്നവരെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ, അത് ലക്ഷ്യമായിട്ട് നടക്കുന്നവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും വോട്ട് വേണ്ട. അപ്പോ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ മതത്തിന്റെ പേരിൽ രാഷ്ട്രം നിർമ്മിക്കാൻ നടക്കുന്നവരുടെ പിന്തുണയും വേണം. പരസ്യമായിട്ട് ആ പിന്തുണ നേടും. പരസ്യമായിട്ട് പിന്തുണ നേടിയിരിക്കുന്നു. ശരി, ഇപ്പോ താങ്കൾ പറഞ്ഞ ഒരു ടൈം ലൈൻ തന്നെ എടുക്കാം. ഇപ്പൊ 2000-ന് ശേഷം തന്നെ എടുക്കൂ. 2000-ന് ശേഷം ഇപ്പൊ 2001-ലെ തെരഞ്ഞെടുപ്പിൽ PDP UDFനെ പിന്തുണച്ചു. അപ്പൊ അന്ന് നിങ്ങൾക്ക് ഭീകര കക്ഷിയായിരുന്നു. 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ജമാഅത്തെ ഇസ്ലാമി ആരെയാണ് പിന്തുണച്ചത്? LDFനെയാണ് പിന്തുണച്ചത്. 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി LDFനാണ് പിന്തുണച്ചത്. അന്നത്തെ അമീർ ആരിഫ് അലിയും CPM നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനെ അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല രൂക്ഷമായി വിമർശിച്ചു. അന്ന് പിണറായി വിജയൻ കണ്ണൂരിലോ ചാഞ്ഞടിച്ചു, ഒരു സംഘടനയുടെ നേതാക്കൾ ഞങ്ങളെ കാണാൻ വന്നു എന്ന് കരുതി അവർ തീവ്രവാദികളാകുമോ? എന്താണ് കോൺഗ്രസിന് ഉള്ള നിലപാട് എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇപ്പോഴും പഴയ ഫയല് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. 2011 വരെ നിങ്ങളെ പിന്തുണച്ചിരുന്ന വിഭാഗമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അത് കഴിഞ്ഞ് അവർ UDFനാണ് പിന്തുണയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മുമ്പ് എതിർപക്ഷത്തായിരുന്ന PDP 2009 മുതൽ പിന്തുണയ്ക്കുന്നു. 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ സ്വരാജിന്റെ പടവും മദനിയുടെ പദവും ഒരുമിച്ച് പോസ്റ്ററിൽ വരുന്നത് നമ്മൾ കാണുന്നു. ഒരു കയ്യബദ്ധം അരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് ഈ ആളുകളുടെ പിന്തുണ. അപ്പൊ പിന്തുണ കിട്ടുമ്പോഴൊക്കെ ഓക്കെ, അല്ലാത്തപ്പോ ഭീകരവാദം എന്നുള്ള നിലപാടാണ് നിങ്ങൾ 2 കൂട്ടരും എടുക്കുന്നത് എന്നുള്ളതാണ് ഇത് കാണുന്ന ആളുകൾക്ക് തോന്നുക. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ.